അമേരിക്കൻ എണ്ണ കമ്പനികളെ ഇറാൻ സ്വീകരിക്കുമോ? അതാണ് വലിയ ചോദ്യം. ഒരുപക്ഷെ ഇല്ലായിരിക്കാം, അത് ആത്മഹത്യാപരമായിരിക്കാം. പക്ഷേ ഏത് രീതിയിലുള്ള കൺസെഷനാണ്? എണ്ണയുടെ കാര്യത്തിലാണ് ഒരുപക്ഷെ അമേരിക്ക കൂടുതൽ പുറത്തു പറയുന്നത്. ആണവമാണെങ്കിലും എണ്ണയുടെ കാര്യത്തിലുള്ള നീക്കുപോക്കുകൾ, കൺസെഷൻ, അനുകൂല സമീപനം, ഇതാണ് അമേരിക്ക ഒരുപക്ഷെ ഇറാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാവാം ഇങ്ങനെ ഒരു ഉപരോധം കാരണം ഒരു നിമിഷവും മുന്നോട്ട് പോകാനാവില്ല എന്ന് വന്നാൽ, 1-2 ആഴ്ച കൂടിയുള്ള ഇതുപോലുള്ള ഉപരോധം നീണ്ടു നിന്നാൽ ഇറാൻ വലിയ രീതിയിലാണ് ഇറാൻ്റെ കപ്പലുകളെ ഇപ്പോൾ തടയുമെന്നാണ് പറയുന്നത്. 15 കപ്പലുകൾ ഇപ്പോൾ ഓൾറെഡി തടയുന്നു. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ പതാക വഹിക്കുന്ന, അതുപോലെ UAE പതാക വഹിക്കുന്ന, അതുപോലെ മറ്റ് ടർക്കിഷ് പതാക വഹിക്കുന്ന 15 കപ്പലുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഓയിൽ ടാങ്കേഴ്സാണ്, ഐഡൻറ്റിഫൈ ചെയ്തു. അവർക്കെതിരെ ഉപരോധമാണ്. അതുപോലെ 14 കമ്പനികൾക്കെതിരെ, കമ്പനികൾക്കുമെതിരെ വ്യക്തമായി അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള എംബാർഗോയിലൂടെ വ്യക്തികളെയും കോർപ്പറേറ്റുകളെയും രാജ്യങ്ങളെയും കപ്പൽ വ്യൂഹങ്ങളെയും എല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രം. ഇറാനെ മാത്രമല്ല, ഇറാനുമായി ഏതെങ്കിലും രീതിയിൽ അടുത്ത് പ്രവർത്തിക്കുന്ന ഈ കടത്ത് സംഘങ്ങളെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ പോക്ക്.